പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എസ്.എഫ്.ഐ നേതാവ് PM ആർഷോ കേരളത്തിലെ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എതിരെ ഉപയോഗിച്ച വാക്കുകൾ മലയാളിക്ക് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? PM ആർഷോയ്ക്ക് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ആശയാവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഗവർണർക്കെതിരെ സമരരംഗത്ത് വരുമ്പോൾ ഉയർത്താനുള്ള എല്ലാ അവകാശാധികാരങ്ങളും എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കുണ്ട്. അത് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. അതാർക്കും തടയാനും കഴിയില്ല. പക്ഷേ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉപയോഗിച്ച വാക്കുകൾ അതെങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ കഴിയുക? തെമ്മാടി മുതൽ നിഘണ്ടുവിൽ ഉപയോഗിക്കുന്ന അശ്ലീല പദങ്ങൾ എന്തൊക്കെ ആവർത്തിച്ച് ഉപയോഗിച്ചു PM ആർഷോയുടെ പുറകിലുണ്ടായിരുന്ന എസ്.എഫ്.ഐയുടെ ക്രിമിനൽ സംഘങ്ങൾ, കുട്ടിക്കുരങ്ങന്മാർ ഉപയോഗിച്ച വാക്കുകളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെമ്മാടി എന്നുള്ളതായിരുന്നു. ഗവർണറെ തെമ്മാടി എന്ന് വിളിച്ചെങ്കിൽ പോലീസിനെ പന്നി എന്ന് വിളിച്ചു. അപ്പോൾ ആ നിലയിൽ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രാധാന്യം എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും പതിറ്റാണ്ടുകളായി ഒരു ഏക ഛത്രാധിപത്യത്തോടെ അപ്രമാദിത്വത്തോടെ ഭരിക്കുന്ന ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് PM ആർഷോ. അയാൾ ഉപയോഗിച്ച വാക്കുകൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അംഗീകരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ PM ആർഷോ എന്ന് പറഞ്ഞ ഈ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉപയോഗിച്ച അശ്ലീല വാക്കുകൾ, അദ്ദേഹത്തിനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ ഉപയോഗിച്ച് എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വധശ്രമ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നാണ് എൻ്റെ ചോദ്യം. ഈ PM ആർഷോ എന്ന് പറഞ്ഞ ഈ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, ഈ ഗവർണറെ പുളിച്ച അശ്ലീലം വിളിച്ച ഇയാൾക്ക് 2023 മാർച്ച് മുതൽ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു വധശ്രമ കേസ് പ്രതിയാണ് സുഹൃത്തുക്കളെ. ഇയാൾ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു പ്രതി. നമുക്കറിയാം, ഇയാൾ KSFൻ്റെ ഒരു വനിതാ നേതാവിനെ വിളിച്ചത് പെലച്ചി എന്നാണ് വിളിച്ചത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിനോട് ക്ഷമിക്കണം. എസ്.എഫ്.ഐ എതിർത്താൽ വയറ്റിലുണ്ടാക്കിത്തരും എന്നൊക്കെ AISFൻ്റെ ഒരു പിന്നോക്കക്കാരിയായിട്ടുള്ള ഒരു വനിതാ നേതാവിനോട് പറഞ്ഞ ആളാണ് ഈ PM ആർഷോ. അതിനുശേഷം ഈ PM ആർഷോയും കൂട്ടുകാരും കൂടെ KSU നേതാവിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വധശ്രമ കേസിൽ 2023 മാർച്ച് മുതൽ ജാമ്യം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കപ്പെട്ട ഒരു പ്രതിയാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എൻ്റെ ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ഞാനൊരു കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ തൊട്ട് പിറ്റേന്ന് ഞാൻ ജയിലിലാവില്ല സുഹൃത്തുക്കളെ. തൊട്ട് പിറ്റേന്ന് ഞാൻ ജയിലിലാവില്ല. കാരണം എനിക്ക് ജാമ്യ വ്യവസ്ഥയുണ്ട്. ആ ജാമ്യ വ്യവസ്ഥയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ആ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ തൊട്ട് പിറ്റേന്ന് ഞാൻ ജയിലിലാവേണ്ട ആളല്ലേ. ആ സാഹചര്യത്തിൽ PM ആർഷോ എന്ന് പറഞ്ഞ ആൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച വധശ്രമ കേസിലെ പ്രതിയാണെന്നുള്ള കാരണം കൊണ്ട് 2023 മാർച്ച് മുതൽ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന, ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വധശ്രമ കേസ് പ്രതിയാണ്. ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഉൾപ്പെടെ ജാമ്യം നിഷേധിച്ച ഒരു പ്രതിയാണ്. ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ ചീത്ത വിളിച്ചയാളും 3 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും, 2 തവണ എറണാകുളത്ത് വെച്ച്, തിരുവനന്തപുരത്ത് വെച്ചും 1 തവണ കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുമാണ് PM ആർഷോ. സുഹൃത്തെ, എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം, ആ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഹൈക്കോടതി എന്നാൽ എന്താണ്? കോടതി എന്നാൽ എന്താണ്? മനുഷ്യൻ്റെ അവസാനത്തെ ആശ്രയമാണ്. അതായത് എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ മുന്നിൽ തോൽക്കുന്ന മനുഷ്യൻ നീതിക്കായി കൊട്ടുന്ന അവസാനത്തെ ആ വാതിലാണ് ഹൈക്കോടതി അല്ലെങ്കിൽ കോടതികളെന്ന് എത്രയോ തവണ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ കോടതികളെക്കുറിച്ചിട്ട് ഞാനൊക്കെ LLBയിൽ പഠിച്ചത് വീണ്ടും എനിക്ക് ആവർത്തിക്കേണ്ടി വരികയാണ്. ഞാൻ എന്താണ് കോടതിയെക്കുറിച്ചിട്ട് LLBക്ക് പഠിച്ചത്?
കോടതി ഈസ് ദ സെന്റിനൽ, കോർട്ട്സ് ആർ ദ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നല്ലേ പഠിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ? സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നല്ലേ അർത്ഥം? അതായത് ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിലെ ജാഗരൂകനായിട്ടുള്ള രക്ഷിതാവാണ് കോടതി എന്നല്ലേ നമ്മൾ കോടതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ കോടതിയെ നമ്മൾ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് കോടതികൾ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലായിടത്തു നിന്നും നീതി നമുക്ക് നിഷേധിച്ച് കിട്ടുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആശ്രയിക്കാൻ കഴിയുന്ന ആലയങ്ങളാണ് കോടതികൾ എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചിട്ടുള്ളത്? 2023 മാർച്ച് മുതൽ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി, ഒരു വധശ്രമ കേസിലെ പ്രതി, ആ വധശ്രമ കേസിലെ പ്രതി ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് ഗവർണർ എന്ന് പറഞ്ഞ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ തെമ്മാടി എന്ന് വിളിക്കുന്നു, മയക്കുമരുന്നിന് അടിമ എന്ന് വിളിക്കുന്നു, വൃത്തികെട്ടവനെന്ന് വിളിക്കുന്നു, പോലീസിൽ അറസ്റ്റിലാവുന്നു. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കാണുന്നു. PM മാർഷോ ഗവർണറെ തെമ്മാടി എന്ന് വിളിക്കുന്നത് കാണാത്തവരാരെങ്കിലും ഉണ്ടാവുമോ സുഹൃത്തുക്കളെ കേരളത്തിൽ? അപ്പം ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ജാമ്യം നിഷേധിച്ച ഒരു പ്രതി ഗവർണറെ തെമ്മാടിയെന്നും തെറ്റയെന്നും പോലീസിനെ പന്നിയെന്നും വിളിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടും ബഹുമാനപ്പെട്ട കോടതികൾ എന്തേ ഇത് കാണാത്തത് എന്നാണ് മനോവ്യഥയോടുകൂടി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. കോടതി എന്താണത് കാണാത്തത്? കോടതിയിൽ മാർച്ച് മുതൽ അത് പെൻഡിങ്ങിൽ കിടക്കുകയല്ലേ കേസ്? ഇയാളുടെ ജാമ്യം നിഷേധിച്ചതിനെതിരായിട്ടുള്ള കേസ്, ജാമ്യം നിഷേധിച്ചതിനെതിരായി PM മാർഷോ കൊടുത്ത കേസ് 2023 മാർച്ച് മുതൽ പെൻഡിങ്ങിലല്ലേ ഹൈക്കോടതിയിൽ? അത് 2 ജഡ്ജിമാർ, ആദ്യം ഒരു ജഡ്ജി കേട്ടു, അത് നീട്ടിവെച്ചു, വീണ്ടും ഇപ്പോൾ ഒരു ജഡ്ജിയുടെ മുന്നിൽ അത് കിടക്കുന്നു. ആ ജാമ്യം നിഷേധിച്ചതിനെതിരായിട്ടുള്ള കേസ് ഇനി വെക്കേഷൻ കഴിഞ്ഞിടത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ 2023 മാർച്ച് മുതൽ ജാമ്യം നിഷേധിച്ചിട്ടുള്ള ഇയാളെ പിടിച്ച് അകത്തിടണം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? കോടതി കണ്ടില്ലേ? ഇപ്പോൾ ഗവർണറെ തെമ്മാടി എന്ന് PM മാർഷോ വിളിച്ചത് കോടതി കാണാതിരുന്നിട്ടാണോ? കോടതിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിട്ടാണോ? അതോ ആരെങ്കിലും കേസുമായി ചെന്നാൽ മാത്രമേ കോടതി നടപടിയെടുക്കൂ എന്നാണോ? ഞാൻ ചോദിക്കുന്ന, ഒരാൾ വേറൊരാളെ ബലാത്സംഗം ചെയ്യുന്നത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ മുഴുവൻ കണ്ടു എന്ന് വിചാരിക്കും. അപ്പോൾ കോടതി പറയുക ആ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അത് കേസുമായി വന്നാൽ മാത്രമേ ഞങ്ങളത് പരിഗണിക്കൂ എന്നാണോ കോടതി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് കോടതി. സുപ്രീം കോടതി പോലുള്ള അത്യുന്നത പരമോന്നത നീതിപീഠങ്ങളൊക്കെ പോസ്റ്റ് കാർഡിലൊക്കെ അയച്ച കത്തുൾപ്പെടെ സുവമോട്ടോ എടുത്തിട്ടില്ലേ? ഒന്നും ചെയ്യാത്ത എത്രയോ കേസുകൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അങ്ങനെ സ്വമേധയാ എന്തുകൊണ്ടാണ് PM മാർഷോയുടെ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരാത്തത് എന്നുള്ള ചോദ്യമാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മനോവ്യഥയോടുകൂടി എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഗവൺമെൻറ് അതിനകത്ത് നടപടിയെടുക്കില്ല. ഇയാളുടെ ജാമ്യം റദ്ദാക്കാനുള്ള കേസ് കോടതിയിൽ കിടക്കുന്നതിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കില്ല. കാരണം ഇവിടുത്തെ DGP സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൂലിവേലക്കാരനെ പോലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇതിനകത്തൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കാത്തപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ബാധ്യത കേരള ഹൈക്കോടതിക്കില്ലേ? ആ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ ഈ കേസ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ആർക്കും എന്തും പറയാമെന്നുള്ള അവസ്ഥ ഉണ്ടാവില്ലേ ബഹുമാനപ്പെട്ട കോടതി? ഇവിടെ ഒരു ലോലെസ്നെസ് ഉണ്ടാവുകയില്ലേ? കേരളം ഒരു ലോലെസ് ലാൻഡായി മാറുകയില്ലേ? ഇവിടുത്തെ നിയമവ്യവസ്ഥ തകർന്ന് തരിപ്പണമായി പോകില്ലേ? ഇവിടെ നിയമവ്യവസ്ഥ തകർക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും കേരളത്തിലെ കോടതിക്കില്ലേ? അതെന്താണ് കോടതി നടപ്പിലാക്കാത്തത്? കോടതിയുടെ കണ്ണ് കെട്ടിപ്പോയോ എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇതുപോലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുപോലെ മോശമായി സംസാരിക്കുന്ന, അശ്ലീലം പറയുന്ന, അപകീർത്തിപ്പെടുത്തുന്നവനെ പിടിച്ച് അപ്പോൾ തന്നെ ജയിലിലേക്ക് ഇടാനുള്ള ഇച്ഛാശക്തി കോടതികൾ കാണിക്കണം. അത് കോടതി കാണിച്ചില്ലെങ്കിൽ കോടതിക്ക് ഭരണകൂടത്തിന് ഭയമാണെന്നുള്ള ആരോപണം പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയരും. അല്ലെങ്കിൽ കോടതിയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് എന്നുള്ള ആരോപണം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയരും. ഈ ആർഷോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ജാമ്യം റദ്ദാക്കുന്ന കേസ് 2023 മാർച്ച് മുതൽ എന്തുകൊണ്ടാണ് കോടതിയുടെ മുന്നിൽ പെൻഡിങ്ങിൽ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ ജഡ്ജിമാരും ഇങ്ങനെ മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പുതിയ ജഡ്ജി ഇത് വെക്കേഷൻ കഴിഞ്ഞതിനകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന്
ഈ PM മാർഷോയെ പോലുള്ള ക്രിമിനലുകളെ ജയിലിലാക്കാനുള്ള ഉത്തരവാദിത്വം കോടതി കാണിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വമേധയാ കേസെടുക്കണം, വാദം കേൾക്കണം, അകത്ത് പോകണം ഇതുപോലുള്ളയാൾ. അങ്ങനെ അകത്ത് പോയില്ലെങ്കിൽ കേരളത്തിലെ നിയമവ്യവസ്ഥ തകരും. കേരളം ഒരു ലോലെസ് ലാൻഡായി മാറും. അതുകൊണ്ട് ഹൈക്കോടതിക്കാണ് ഇവിടുത്തെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഉള്ള ആർജവും ഇച്ഛാശക്തിയും കേരളത്തിലെ ഹൈക്കോടതി കാണിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ ആർക്കും എന്തും ഇവിടെ ചെയ്യാമെന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക്, ഒരു അനാർക്കിക്കൽ സിറ്റുവേഷനിലേക്ക് കേരളം കൂപ്പുകുത്തി വീഴും എന്നുള്ള കാര്യം വളരെ വിനയത്തോടു കൂടി കോടതിയെ അറിയിക്കാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്.